നമസ്കാരം, എൻ്റെ പേര് നിവേദ്യ. ഞങ്ങൾ ചേലക്കര സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഈയിടെയായി സമൂഹ മാധ്യമങ്ങൾ നമുക്ക് മുൻപിൽ പങ്കുവെക്കുന്നത്. ഓരോ ദിവസവും ഓരോ ജീവനായി പൊലിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ വാഹനാപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡപകടങ്ങൾ ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കപ്പെടുന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും നാം പാലിക്കേണ്ടതുണ്ട്. മദ്യപിച്ച് ഒരിക്കലും വാഹനം ഓടിക്കാതിരിക്കുക. മദ്യപിച്ച ഒരാളെ വാഹനം ഓടിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക. വാഹനമോടിക്കുന്ന ഡ്രൈവർമാർ മാത്രമല്ല, കാൽനട യാത്രക്കാരും എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിക്കേണ്ടിയിരിക്കുന്നു. ഹെൽമെറ്റ് ധരിക്കുക, ട്രാഫിക് സിഗ്നലുകൾ ശ്രദ്ധിക്കുക, ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, ഗതാഗത നിയമങ്ങൾ പാലിക്കുക. നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ജീവനും വിലയേറിയതാണ്. നടുറോട്ടിൽ ഇനിയൊരു ജീവൻ പോലും പൊലിയാതിരിക്കുവാനായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം. മഹാധ്യായം തുടക്കമയന്ന് കേട്ടും മുഴങ്ങിടും പാട്ട് കൊടും സന്തോഷം പിറന്ന നാട്ട് മേഘം വന്നാൽ മധുരത്തെ ഇതായി പൂവന്തിച്ചാറ് കോപം കൊണ്ടാൽ വേറാരും വേണ്ടി
రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు వేరు మేసిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి కుర్చీని మాట్లాడేది ಸಾಕತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಾಕತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ಹಾಕೊಂಡ್ರೆ ಸಾಕತ್ತಾಗವಳೆ ತಿನ್ನಲೇ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಅಂದರೆ ಅಂದು ಇಟ್ಟು ಕದ್ದು ನೋಡ್ತಾಳೆ പൊട്ടി വീഴിക്കാനും പല ഭാഗത്തിലും ഒരു കൂട്ടുള്ളവരെ അത് കണ്ട് തരിച്ചു നിന്നു പാട്ടിക്കാരും മരക്കാരും കാലാകാലം പോലെ തന്നെ പങ്കാളികാരക്കാരും മരുന്നരും തമ്മിലടിച്ചു പൊരുൾ അറിയാതെ തരിച്ചു നിന്നു താനോ താനിത്താനോ താനിന്നാനേ താനോ താനിന്താനോ താനിന്നാനേ താനോ താനിന്താനോ താനിന്നാനേ
അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണം നേരത്തെ വിദ്യാർത്ഥി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഈ സമീപകാലത്ത് തന്നെ കൂടുതലായിട്ട് ഈ റോഡപകടങ്ങൾ റോഡപകടം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ അപകടങ്ങളിലെ അംഗസംഖ്യ കൂടുമ്പോൾ മാത്രമാണ് അത് കൂടുതലായിട്ട് വലിയൊരു വാർത്തയായിട്ട് വരുന്നത്. ഈ റോഡ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ആക്സിഡൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതൊരു ആകസ്മികതയല്ല. അത് കൃത്യമായിട്ട് റോഡ് നിയമങ്ങൾ പാലിക്കാത്തത് മൂലമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. റോഡ് നിയമം എന്ന് പറയുന്നത് കേവലം ഡ്രൈവർ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല. റോഡ് ഉപഭോക്താക്കളായ കാൽനടക്കാരും മറ്റെല്ലാവരും പാലിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഡ്രൈവറുടെ മാത്രം ഉത്തരവാദിത്തമല്ല, റോഡ് ഉപഭോക്താക്കളായ എല്ലാവരും പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് ഗവൺമെൻറ് പുതിയ പദ്ധതികളും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഇതെല്ലാം ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികളെല്ലാം നടത്തി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂള് അധ്യാപകരും വിദ്യാർത്ഥികളും സ്വമേധയാണ് ഈ ബോധവൽക്കരണത്തിന് വേണ്ടി, ഈ റോഡ് നിയമത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണത്തിന് വേണ്ടി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ പോലീസിൻ്റെ ഭാഗത്ത് നല്ല സന്തോഷമുണ്ട്. ഇതിൽ വിഷയം എന്ന് പറയുമ്പോൾ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ റോഡ് നിയമങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ പെടുത്തണമെന്ന് പറയുന്ന കാലങ്ങളായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഒരു വിഷമത്തോടെ പറയുന്നു, ആ കാര്യങ്ങൾ ഇതുവരെയും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു സങ്കടമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിൽ വരും കാലങ്ങളിൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ആ കാര്യങ്ങളോടി ഉൾപ്പെടുത്തും, സിലബസിൽ ഉൾപ്പെടുത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഈ പൊതുവേലിൽ നമ്മളെ വിദ്യാർത്ഥികൾ, ചേലക്കര സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിപാടി അവതരിപ്പിച്ചത് എല്ലാവരും ഉൾക്കൊള്ളണം. അവർ പരിപാടി അവതരിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കണം. അപ്പോൾ പരമാവധി റോഡ് നിയമങ്ങൾ പാലിക്കുക. റോഡ് ഡ്രൈവർമാരും റോഡ് ഉപഭോക്താക്കളുള്ള എല്ലാവരും റോഡ് നിയമങ്ങൾ പാലിക്കണം. കാൽനടക്കാരാണെങ്കിൽ എല്ലാവരും. ഇവിടെ ഈ പരിപാടി അവതരിപ്പിച്ച വിദ്യാർത്ഥികൾക്കും ചേലക്കര സെൻട്രൽ സ്കൂളിലെ സ്റ്റാഫിനും പോലീസിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഞങ്ങൾ ചേലക്കര സെൻട്രൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. റോഡിൽ ഇനി ജീവനുകൾ പൊലിയാതിരിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു വീഡിയോ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ചേലക്കര സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി, ബോധവൽക്കരണ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ഇതിന് ഞങ്ങളെ സഹായിച്ചതും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും തന്നത് ചേലക്കര പോലീസ് സ്റ്റേഷനിലെ എല്ലാ സാറുമാരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവരും റോഡിലൂടെ ഇനി നമ്മൾ എല്ലാ തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും കരുതി മുൻപോട്ട് പോകട്ടെ. ഒരു ജീവനുകളും ഇനി പൊലിയാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ ഈ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഈ കലാപരിപാടി ആസ്വദിച്ചതായ എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ന് ഈ കുട്ടികളുടെ അവതരണം കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് നല്ലൊരു റീഫ്രഷ്മെന്റ് തന്ന ബസ് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ഷാനവാസ് സാറിനും അതുപോലെ തന്നെ ഉമ്മർ ഇക്കയ്ക്കും ഈ അവസരത്തിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.